സമരപന്തൽ പൊളിച്ചു നീക്കിയെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ജന്തർ മന്ദർ വിടില്ലെന്ന് സിജെപിയുടെ പ്രഖ്യാപനം. ഡൽഹി കൊണാട്ട് പ്ലേസിൽ നടന്ന പ്രതിഷേധത്തിനിടെ വ്യാപക സംഘർഷമുണ്ടായി. പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. यहाँ पे ये पॉइंट है जिस पर कब्जा कर रखा है और दिल्ली पुलिस और दूसरा सिक्योरिटी फोर्स വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ പ്രതിഷേധം, അതിനിടെ വ്യാപക അക്രമമൊക്കെയാണ് ഉണ്ടായത്. അവിടെ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. അല്പസമയം മുമ്പ് അഭിജിത് ദീപ് കെ മാധ്യമങ്ങളടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? എങ്ങനെ തുടർ നടപടികൾ? പാർലമെന്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ജനതാ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു പോകുമ്പോൾ അവർ തങ്ങൾക്ക് നൽകിയ സേവനത്തിന് നന്ദി എന്ന് പരിഹരിച്ചുകൊണ്ട് കൈയടിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ജനതാ പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നത്. അതേസമയം തന്നെ നേരത്തെ ഇവർ നിരാഹാരം ഇരുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടത്തിയ ജന്തർ മന്ദറിലെ പന്തൽ പൂർണ്ണമായി പോലീസ് പൊളിച്ചു നീക്കുകയും അതിന് സമീപത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്തുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ എന്തായാലും പോലീസ് മുഴക്കിയിട്ടുള്ളത്. രാത്രി ഏറെ വൈകിയും ഡൽഹിയിലെ ജന്തർ മന്ദറിന് മുൻപിലുള്ള റോഡിൽ തുടരാൻ തന്നെയാണ് കോൺഗ്രസ് ജനതാ പാർട്ടി പ്രവർത്തകരുടെ തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ജന്തർ മന്ദർ വിടില്ല എന്നാണ് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ നേതാക്കളും വക്താക്കളും പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാത്രി ഇനിയൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഡൽഹിയിൽ ഇത്തരത്തിൽ റോഡ് പൂർണ്ണമായി അടച്ചു കെട്ടിക്കൊണ്ടൊരു പ്രതിഷേധം അത് പോലീസ് അനുവദിക്കാൻ സാധ്യതയില്ല. തുടർ നടപടികൾ എന്തായാലും നേരത്തെ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ നൽകിയ നിവേദനത്തിൽ അവർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും സമരം എന്തായാലും തുടരും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ എന്നത് എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ്. നിലവിൽ 60ഓളം പേരാണ് RML ആശുപത്രിയിൽ മാത്രം പോലീസ് നടപടിയെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സ നേടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 25 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിലൊരാളുടെ നില ഗുരുതരവുമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഡൽഹി ജന്തർ മന്ദറിലെ ഈ റോഡിൽ അഭിജിത് ദീപ് കെക്കും മറ്റ് ഭാരവാഹികൾക്കും ഒപ്പം തുടരുകയാണ്. പോലീസ് അടിക്കടി റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട്. അനാവശ്യമായി കൂട്ടം കൂടിയ ആളുകൾക്കെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള നടപടികൾ എന്തായാലും രാത്രി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിലും നിരോധനാജ്ഞ ലംഘിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് നീക്കവും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ശരി, വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.